വളരെ ലളിതമായിട്ടുള്ള സന്ദേശം. അതുപോലെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ പ്രത്യേകം ദൈവകൃപ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വചന പഠനം വളരെ ലളിതമായ നിലയിൽ കുഞ്ഞുങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന നിലയിൽ എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ വളരെ സ്വാധീനിച്ച ഒരു വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നാണ് ദൈവത്തിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ ഭാരങ്ങൾ വഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല, അല്ലേ? ഉറുമ്പിന് അരി ഭാരമാണ്, ആനയ്ക്ക് തടിയൊരു ഭാരമാണ്. അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ പുസ്തകം എടുക്കുമോ എന്ന് തന്നെ സംശയമാണ്. നമ്മളൊക്കെ പഠിക്കണ കാലത്ത് എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് പുസ്തകം രണ്ടാമത് കൊണ്ടുതരിക ചെയ്യണേ, ഇന്ന് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ബാഗിനകത്ത് അല്ലേ 2-3 കിലോയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ഭാരങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത് ജീവിത സാഹചര്യങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? നമ്മൾ സാധാരണ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുള്ള. കാരണം ഒരു പ്രതികൂലം വരുമ്പോൾ ദൈവത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുകിൽ നമുക്കൊരു ഈ പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം, അല്ലെങ്കിൽ ഒരു വഴി തുറക്കല്, ഇതിനൊരു ഒരു മാർഗനിർദ്ദേശം ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അതെന്താണ്? അത് ഇന്ന് നമ്മൾ ഏവർക്കും വളരെ പരിചിതമുള്ള ഒരു വേദഭാഗത്ത് നിന്നും നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, പ്രിയ കുഞ്ഞുങ്ങളും. വാക്യം വായിച്ചതിന് ശേഷം ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഉത്തരം പറയാനായിട്ട് തയ്യാറായിട്ട് വേണം ഇരിക്കാൻ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഈ വേദഭാഗം ശ്രവിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ചോദ്യം ചോദിക്കുമെന്ന്. ഈ വാക്യം വായിച്ച വേദഭാഗത്ത് അതൊരു പാരഗ്രാഫിലാണ് തുടങ്ങുന്നത്. അവിടെ ആദ്യത്തെ വാക്ക് എന്താണ് തുടങ്ങുമ്പോൾ? ഉടനെ, അല്ലെ? ഉടനെ. അപ്പൊ ഈ ഉടനെ എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു മലയാളം വാക്ക് പറയാമോ? ഉടനെ എന്നതിന് പകരം പെട്ടെന്ന്. നിങ്ങൾ പെട്ടെന്നാണ് ഉത്തരം പറഞ്ഞത്. പെട്ടെന്ന്, ഉടനെ, പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കോൺവെർസേഷൻ ഒരാളോട് തുടങ്ങുമ്പോൾ, ഉദാഹരണത്തിന് കുട്ടികളോട് ക്ലാസ് എടുക്കാൻ വേണ്ടി വരിക, ക്ലാസ്സിൽ മാഷ് വന്നിട്ട് പറയാണ് പെട്ടെന്നുണ്ടല്ലോ മക്കളെ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ കുട്ടികൾ സ്വാഭാവികമായിട്ട് തിരിച്ച് മാഷിനോട് ചോദിക്കും, എന്തുവാ പെട്ടെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് എന്തോ ഉണ്ടല്ലോ. ഇപ്പൊ പെട്ടെന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തുവാ, എപ്പോഴും കഴിഞ്ഞിട്ട്, എന്തിനു ശേഷം? അപ്പൊ സ്വാഭാവികമാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തുവാ? യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, അതൊക്കെയാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും പറയാമോ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന്? നമ്മളത് വായിച്ചില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ, ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലേ? ആ കഥ കേട്ടിട്ടില്ലേ? അത് കഥയല്ല, ചരിത്ര സംഭവമാണ്. അപ്പൊ 5 അപ്പം കൊണ്ട് 5000-ലധികം പുരുഷന്മാരെ പോഷിപ്പിച്ചു. അതൊരു നമ്മുടെ പുതിയ നൂറ്റാണ്ടിന്റെ ഒരു വാക്കൊക്കെ കടമെടുത്ത് പറഞ്ഞാൽ ഒരു മെഗാ പരിപാടിയായിരുന്നു. അത് വലിയ ഇവന്റ്. കാരണം 10,000 ആളുകൾ കൂടിയ ഒരു വലിയ പരിപാടിയാണ്. അതിനകത്തിൽ ഏറ്റവും തിളങ്ങി നിന്നവരാരൊക്കെയാ? ആരായിരിക്കും? ബാലൻ. ഉറപ്പായിട്ടും ആ ബാലൻ. കാരണം എല്ലാവരും അവനെ അല്ലെ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് കൊള്ളാൻ മോനെ നന്നായി എന്ന് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. വേറെ ആരായിരിക്കും?
ശിഷ്യന്മാര്, ഓ പത്രോസേ, എന്നാലും നല്ല ഫുഡായിരുന്നു കേട്ടോ, എന്നാലും എല്ലാവർക്കും തികഞ്ഞല്ലോ, ഓ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അവിടെ എല്ലാവരും കൈയൊക്കെ കൊടുത്ത് അപ്രീഷിയേഷനും ഒക്കെ കിട്ടി. ഇനി ഇവിടെ തന്നെ താമസിച്ചാൽ മതി, കാരണം ഇനി നാളെയും ഒരു 5 അപ്പം കൊണ്ടുവന്ന വീണ്ടും അത് നുറുക്കി തരാൻ വേണ്ടി ആളുണ്ടല്ലോ. അപ്പോ അതൊരു സുഭിക്ഷതയുള്ള എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ തൃപ്തിയുള്ളൊരു സ്ഥലമാണത്. പക്ഷേ ഇവിടെ കർത്താവ് അവരെ അവിടെ നിർത്തിയില്ല. ഉടനെ, ഇവിടെ ഇങ്ങനെ നിന്നാ പോരാ, ഉടനെ എന്ത് ചെയ്തു? ആ വാക്ക് ഉടനെ യേശു അവരെ പറഞ്ഞയക്കുക. അവിടെ അടുത്ത പ്രയോഗം നമ്മൾ വായിക്കുന്നത് ഉടനെ താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ. അപ്പൊ എല്ലാവരോടും എന്നാ ശരി, ഇനി നാളെ കാണാം, അല്ലെ എപ്പോഴേലും കാണാം, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ശിഷ്യന്മാരാണെന്ന് വിചാരിക്കുക. യേശു നമ്മോട് പറയാണ്, നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യമേ പടക് കയറി അക്കരയ്ക്ക് പൊക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായമായിട്ട് യേശുവിനോട് തിരിച്ച് എന്ത് പറയും? നിങ്ങളാണെങ്കിൽ എന്ത് പറയും? അതെന്താ ഞങ്ങൾ മാത്രം പോണേ, കർത്താവ് വരുന്നില്ലേ? എപ്പോഴാ വരുന്നത്? അല്ല നമുക്ക് ഒരുമിച്ച് പോവാം, അങ്ങനെ ചെയ്യാമല്ലോ. ഞങ്ങളെ മാത്രം എന്തിനാ പറഞ്ഞയക്കണേ? അങ്ങനെ ചോദിക്കാം. ഇപ്പം കൊച്ചുമക്കളാണെ പറയും, അല്ലെ മോള് അങ്ങോട്ട് പോയി, പപ്പ വന്നേക്കാം, അതെന്നാ പപ്പയും കൂടെ വാ, അല്ലെ മക്കളാണെങ്കിൽ അങ്ങനെ പറയും. ചിരിക്കുന്നുണ്ട് മോളല്ലേ, പപ്പയും കൂടെ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയും. ശിഷ്യന്മാര് അതൊന്നും പറഞ്ഞില്ല. എന്തായാലും പോയേക്കാം, കർത്താവ് പറഞ്ഞല്ലേ, പോയേക്കാം. ഇനി അവിടെ വേറൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത്, അതാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. നിങ്ങൾ എപ്പോഴേലും ആരെയും നിർബന്ധിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മള് വീട്ടിലൊരാൾ വരുമ്പോൾ നിർബന്ധിക്കുന്നത് എന്തിനാ പൊതുവെ? ഇന്നെനിക്ക് അറിയണം നിർബന്ധം ഉണ്ടോ എന്ന്. നിർബന്ധിക്കാറുണ്ട് അല്ലേ? ഞാൻ ഒരിക്കല് ഒരു കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങിന് പോയപ്പോഴേ, അപ്പൊ അവിടെ ബി ഗ്രൂപ്പ് ഒരു 10, 12, 13 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പത്രോസിന്റെ ഒരു ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, നിർബന്ധിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കൊച്ചുമക്കളോട് പറഞ്ഞു, അങ്കിൾ നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ അങ്കിളിന് കഴിക്കാൻ വേണ്ടി ഐസ്ക്രീം തന്നു കേട്ടോ, മോള് അങ്കിള് കഴിക്കാൻ വേണ്ടി ഐസ്ക്രീം തന്നു. അപ്പൊ അങ്കിള് പറയാണ്, വേണ്ട, അങ്കിളിന് ഐസ്ക്രീം ഇഷ്ടമല്ല, പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നെ നിർബന്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നിർബന്ധിക്കും എന്ന് ചോദിച്ചു. മോളാണ് അങ്കിളിനെ എങ്ങനെ നിർബന്ധിക്കും? പെട്ടുപോയി അല്ലെ, ഫ്രണ്ടിൽ വന്ന് ഇരിക്കുകയും ചെയ്തു, അങ്കിള് ചോദ്യം ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലെ. അങ്കിള് കഴിക്കങ്ങളെ പ്ലീസ് എന്ന് പറയില്ലേ? പറയും, തലയാട്ടെന്ന്. അപ്പൊ അന്ന് അവിടെ കൂടിയിരുന്ന കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അങ്കിളെ ഞാൻ ഉണ്ടാക്കിയ ഐസ്ക്രീം അങ്കിളെ കഴിക്കങ്ങളെ. ഞാൻ പറഞ്ഞു വേണ്ട. വേറൊരു കുട്ടി പറഞ്ഞു, അങ്കിളെ വാനിലയും ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത അങ്കിളെ കഴിക്കങ്ങളെ. ഞാൻ പറഞ്ഞു ഇല്ല, വേണ്ട, അത് ശരിയാവത്തില്ല. അപ്പോൾ പറഞ്ഞു എല്ലാം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ ചെറുതായിട്ട് ദേഷ്യം വന്നു തുടങ്ങി. അപ്പൊ അതിൽ ഒരു മിടുക്ക് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അങ്കിളെ കഴിക്കുന്നെങ്കിൽ പെട്ടെന്ന് കഴിച്ചോ, അല്ലെ ഞാൻ എടുത്ത് കഴിക്കും. അപ്പൊ അതൊരു വലിയ നിർബന്ധമാണ്, കാരണം എനിക്കിനി അത് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, വേദപുസ്തകത്തിലെ ഒരു വാക്കുപോലും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? യേശു നിർബന്ധിച്ചു. അപ്പൊ നിർബന്ധിക്കണമെങ്കിൽ അവർക്ക് പോകാൻ അത്രയ്ക്ക് മനസ്സുണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ എല്ലാവരും കൈയൊക്കെ കൊടുത്ത് ഗംഭീര പരിപാടി നടക്കുകയല്ലേ, ആരാ ഇനി ഒറ്റയ്ക്ക് തനിച്ച് അവിടെ പോന്നേ? പക്ഷെ കർത്താവ് നിർബന്ധിച്ചു. ചിലപ്പോൾ തോളയിലൊക്കെ തട്ടിയിട്ട് അങ്ങ് ചെല്ലേ പടകിലോട്ട് കയറിയാട്ടെ, യാക്കോബേ ഇങ്ങോട്ട് വന്നേ, പത്രോസേ എല്ലാവരും കയറിയാട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വേദഭാഗം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതിനേക്കാൾ മെച്ചമായ ഒരു സ്ഥലത്തോട്ടാണോ കർത്താവരെ പറഞ്ഞയച്ചത്? അല്ല. വെള്ളത്തിന്റെ അനുഭവം അല്ലേ, പടക് പ്രതികൂലത്തിന്റെ അനുഭവത്തിലോട്ട് തള്ളിവിടുകയാ ചെയ്തത്. യേശു അങ്ങനെ ചെയ്യുമോ? യേശു അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള അനുഭവ സമ്പത്തൊക്കെ ഉള്ളവരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നമ്മളെ കൊല്ലാൻ വേണ്ടി ഒന്നും യേശു അങ്ങനെ തള്ളിവിടത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിന് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ശിഷ്യന്മാരെ പടകിൽ നിർബന്ധിച്ചയച്ചത്. അപ്പോൾ ഒന്നാമത്തെ കുറിപ്പ് ഞാൻ ഇങ്ങനെ പറയട്ടെ, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ഒന്ന്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നാം മനസ്സിലാക്കണം. ദൈവം ഒരു പ്രതികൂല സാഹചര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അതിനൊരു പദ്ധതിയുണ്ട്. ഹി ഹാസ് എ പെർഫെക്റ്റ് പ്ലാൻ. ഇനി നമുക്ക് നോക്കാം, അങ്ങനെ നിർബന്ധിച്ചയച്ചു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 23-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്,
പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. അപ്പോൾ ശിഷ്യന്മാര്, ഇപ്പോ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനങ്ങ് പറയാണ്, ശിഷ്യന്മാര് വലത്തോട്ടാണ് പോയതെന്ന് വിചാരിക്കുക. ഇപ്പൊ എൻ്റെ വലത്തു ഭാഗത്തോട്ടാണ്, യേശുവോ ഇടതു ഭാഗത്തോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇനി ശിഷ്യന്മാര് വെള്ളത്തിലോട്ടാണ് പോയത്, യേശുവോ മലയിലേക്കാ പോയത്. അപ്പൊ രണ്ടുപേരും രണ്ട് ഭാഗത്താ. അപ്പൊ ശിഷ്യന്മാർ യേശുവില്ലാതെയാണ് ഇപ്പോ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള വലിയൊരു സത്യം മനസ്സിലാക്കിയിട്ടാ പോകുന്നത്. എന്താണ് ആ സത്യം? അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന സർവശക്തിയുള്ള ദൈവമാണ് യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പടകില് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ പടകിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി എന്ന് എഴുതിയിരിക്കണം. പല നാഴിക. ഇപ്പോഴാണ് ഈ മണിക്കൂർ കണക്കുകളൊക്കെ ഉള്ളത്, പണ്ട് നാഴിക കണക്കാണ്. അപ്പൊ പല നാഴിക ദൂരത്തായി എന്ന് പറയുമ്പോൾ അത് കൃത്യമായി എത്ര നാഴികയാ? 5 നാഴിക 6 നാഴിക എന്നൊക്കെ മറ്റ് ഒത്തുവാക്യങ്ങൾ വെച്ച് നോക്കിയാൽ അറിയാം. എന്നാൽ ആ നാഴികക്കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരു ദൂരക്കണക്കിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ കണക്കറിയാവുന്നവർക്ക് വേണ്ടി ഞാനൊരു കണക്ക് പറയാൻ പോവാണ്. ചിലരൊക്കെ ഇപ്പൊ കുരിഞ്ഞിരുന്നു, അല്ലേ? എന്നാലും കണക്ക് പറയാം. ഇവിടെ കാറ്റ് പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഇവര് ഗലീല കടലിലാണ് യാത്ര ചെയ്യുന്നത്. ഗലീല കടലിന്റെ ഒരു വീതി ഭാഗത്തല്ല, വീതിയെക്കാട്ടിലും ഒരു അരികു ഭാഗത്താണ് യാത്ര ചെയ്യുന്നത്. ഗലീല കടൽ അല്ലെ ഗനസരേത്ത് തടാകത്തിന്റെ നീളം എന്ന് പറയുന്നത് 21 കിലോമീറ്ററും വീതി എന്ന് പറയുന്നത് 13 കിലോമീറ്ററുമാണ്. ഓർത്തിരുന്നോണേ, 21 കിലോമീറ്റർ നീളം, 13 കിലോമീറ്റർ വീതി. നീളത്തിലാണെങ്കിൽ 21 കിലോമീറ്റർ, വീതിക്കാണ് 13 ഉള്ളൂ. ഇവർ യാത്ര ചെയ്യുന്ന 13 കിലോമീറ്ററും ഇല്ല, ഒരു 9 വല്ലതും വരും. ചരിഞ്ഞ ഒരു ഇതിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നത്തെ പായ്ക്കപ്പലിൽ യാത്ര ചെയ്താൽ ഇത് വീതിക്ക് കടക്കണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് അക്കരെ എത്താം. എത്ര മണിക്കൂർ മതി? 2 മണിക്കൂർ വേണ്ട, 2 മണിക്കൂറിൽ താഴെ മതി വീതിക്ക് ഒരു ഭാഗത്ത് നിന്ന് അക്കരെ എത്താൻ. പക്ഷേ ഇവര് പല നാഴിക ദൂരത്തായി എന്നാ ഇവിടെ എഴുതിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാര് ഒരാള് പോലും പല നാഴിക ദൂരത്തായി, പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവർ ആദ്യമായിട്ട് കടലിൽ പോകുന്നവരാണോ? ഇവര് തിറവുള്ള മുക്കുവന്മാരാ. അപ്പോൾ കുറേ ദൂരം പോയിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടും അക്കരെ എത്താനായിട്ട് സാധിച്ചില്ല. അപ്പൊ ചോദ്യം, എന്തിനു വേണ്ടിയാ? ഇതറിഞ്ഞ കർത്താവ്, പ്രതികൂലം മുമ്പിൽ കണ്ടിട്ട് എന്തിനാണ് കർത്താവ് അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നതൊരു ചോദ്യമാണ്. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് +2 പഠിക്കുന്ന കാലത്ത് സയൻസ് ടീച്ചർ തിയറി പഠിപ്പിക്കും, ബോട്ടണി സുവോളജി ടീച്ചറൊക്കെ വന്നിട്ട്. അപ്പോൾ ബോട്ടണി ടീച്ചർ വന്നിട്ട് പഠിപ്പിക്കുന്നത് സ്റ്റെം കട്ട് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് നോക്കുന്നത് പഠിപ്പിക്കും. പിന്നെ കുട്ടികളായ ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹമാണ് ലാബിൽ പോയി നീ എന്ത് ചെയ്യണം, ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സുവോളജി ടീച്ചർ വന്നിട്ട് പഠിപ്പിക്കും പാറ്റേനെ കീറുന്നതും തവളേനെ ആണിയടിച്ച് കിടത്തിയിട്ട് കീറിയിട്ട് അതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുട്ടികളായ ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം എന്താ, എപ്പോഴാണ് ലാബിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തിയറി ക്ലാസ് ഉണ്ട്, ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. ശിഷ്യന്മാർക്ക് കുറച്ച് മണിക്കൂർ മുമ്പ് കിട്ടിയത് എന്ത് ക്ലാസ്സാ? തിയറി ക്ലാസ്സാ. കർത്താവ് ആരാ? സർവശക്തൻ, സർവജ്ഞാനി, എന്തും ചെയ്യുവാൻ കഴിവുള്ളവൻ. ആ തിയറി ക്ലാസ്സാ. കരയിലിരുന്ന് അതൊക്കെ വിശാലമായിട്ട് പഠിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഇപ്പോൾ ഈ പഠിച്ച തിയറി ശരിക്കും മനസ്സിൽ കയറിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാ. എങ്ങോട്ടാ? പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട്. അങ്ങനെ ഈ ശിഷ്യന്മാര് നല്ല തഴക്കമുള്ള വെള്ളത്തിനകത്ത് പയറ്റിയിട്ടുള്ള ആളുകളെയാണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഒരു പ്രതികൂല സാഹചര്യത്തിലേക്ക് യേശു അവരെ പറഞ്ഞയച്ചത്? ഒന്നാമത്തെ കുറിപ്പ് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നാം മനസ്സിലാക്കണം. ഇവിടെ ഞാൻ മുമ്പേ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പലരും ഉത്തരം പറഞ്ഞു, അല്ലേ? പീറ്റർ അങ്കിൾ പറഞ്ഞു, പലരും ഉത്തരം പറഞ്ഞു. യേശുവിനോട് ഒരു ശിഷ്യൻ പോലും ചോദിച്ചില്ല, കർത്താവ് എന്തിനാണ് ഞങ്ങളെ തനിച്ച് അയക്കുന്നതെന്ന് ആരും ചോദിച്ചില്ല. വാട്ട് ഈസ് യുവർ പ്ലാൻ എന്ന് കർത്താവിനോട് ആരും ചോദിച്ചില്ല.
പക്ഷേ അവരത് മനസ്സിലാക്കണമായിരുന്നു. എന്നാൽ ഇവിടെ ആ ശിഷ്യന്മാർ മുമ്പോട്ട് പോവാണ്. ഞാൻ പറയട്ടെ, സൃഷ്ടിച്ച സ്രഷ്ടാവിന് മാത്രമേ അറിയത്തുള്ളൂ നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്. ഇപ്പൊ നമ്മൾ ഈ ശബ്ദമാധ്യമം ഇവിടെയുണ്ട്. ഈ സൗണ്ട് ബോക്സ് മാനുഫാക്ചർ ചെയ്ത കമ്പനിക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്താ? ഇത് എത്രത്തോളം എത്തണം, എത്ര പേരുടെ മീറ്റിങ്ങിന് ഇത് ഉപയോഗിക്കാൻ പറ്റും, എത്ര നേരം ചാർജ് ചെയ്യണം, അത് കുത്തേണ്ട വിധം, ഏതൊക്കെ സ്വിച്ചുകളാണ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു കംപ്ലൈന്റ് വന്നാൽ ഏറ്റവും നന്നായി നന്നാക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഇത് മാനുഫാക്ചർ ചെയ്ത ആർക്കാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, യൗവനക്കാരോട്, പ്രായമുള്ള പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പറയട്ടെ, നമ്മളെക്കുറിച്ചുള്ള ജീവിതത്തിന്റെ ശരിയായ ഉദ്ദേശം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? സ്രഷ്ടാവായ നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനുകൂല സാഹചര്യമാകട്ടെ പ്രതികൂല സാഹചര്യമാകട്ടെ, ദൈവത്തിന്റെ പദ്ധതി നാം പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കുറിപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആദ്യം ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ അവിടെയും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുറിപ്പ് ഞാൻ ഇങ്ങനെ പറയട്ടെ, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? 2, ദൈവം ആരാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ആരാണെന്ന് നാം മനസ്സിലാക്കണം. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് അവൻ കടലിന്മേൽ അവരുടെ അടുക്കൽ വന്നുവെന്നാണ് നമ്മൾ വായിക്കണം. ഇതിന് ഒത്തുവാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഇവന്റ് സന്ദർഭം രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വേദഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. പക്ഷേ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായവും കൂടെ നമുക്കൊന്ന് നോക്കാം. അവിടെ അതിൻ്റെ 6-ാം അധ്യായം 45 മുതലുള്ള ഭാഗത്താണ് നാം ആ വേദഭാഗം വായിക്കുന്നത്. അവിടെ 47-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു. അപ്പൊ അത് യേശുക്രിസ്തുവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുക. പടക് ഇപ്പൊ എവിടെയാ? കടലിന്റെ നടുവിലാ. അപ്പൊ ചിന്തിച്ചോണം, വീതിക്കാണ് ഇവര് സഞ്ചരിച്ചത് എങ്കിൽ ഇപ്പോ എത്ര കിലോമീറ്റർ താണ്ടിയിട്ടുണ്ട്? മുമ്പേ ഞാൻ മൊത്തക്കണക്ക് പറഞ്ഞായിരുന്നു. എത്ര? വീതി എത്ര കിലോമീറ്റർ ആണെന്നാ പറഞ്ഞേ? 13. അപ്പൊ നടുവിലാണെങ്കിൽ ഇപ്പൊ ഏകദേശം 6 കിലോമീറ്റർ. ഈ 6 കിലോമീറ്റർ താണ്ടാൻ എത്ര സമയം എടുത്തു? നമുക്ക് കൃത്യമായിട്ട് 6 പറയാൻ പറ്റത്തില്ല. പക്ഷെ നടുവിലാണെന്നുണ്ട് എന്ന് പറഞ്ഞാൽ അക്കരെ എത്തിയിട്ടുമില്ല, ഒത്ത നടുക്കാ കിടക്കണം. ഇനി ഒരു കണക്ക് ഞാൻ പറയുന്നു, ഒന്ന് കണക്ക് കൂട്ടിക്കണം. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്, കർത്താവ് 4-ാം യാമത്തിൽ വന്നു എന്ന് എഴുതിയിരിക്കണേ അല്ലേ? രാത്രിയിലെ 4-ാം യാമത്തിൽ. ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. എത്ര മണിക്കൂറാ? 3 മണിക്കൂർ. അപ്പൊ ഇവര് വൈകുന്നേരത്താണ് യാത്ര പുറപ്പെട്ടതെന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. യഹൂദന്മാരുടെ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. നമുക്ക് ആരംഭിക്കുന്നത് മിഡ് നൈറ്റാ, 12 മണിക്കാണ്. 12 മണി മിഡ് നൈറ്റാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അപ്പോ ഇവര് വൈകുന്നേരത്ത് യാത്ര പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിനായിട്ട് 6 മണി എന്നെടുക്കാം. കൃത്യം 6 മണിക്ക് യാത്ര പുറപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടി വൈകുന്നേരത്ത് യാത്ര പുറപ്പെട്ടു. ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ആണ് എങ്കിൽ 4-ാം യാമം തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? 4-ാം യാമം തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? 12 മണിക്കല്ല, 3 മണി. 3 AM ആണോ PM ആണോ? 3 AM. അപ്പൊ 3 AM എന്ന് പറയും. ഈ 3 AM കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ?
അല്ലേ? 3 AM ഒക്കെ അപൂർവമായിട്ട് ചിലരെ കാണാറുള്ളൂ. ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ 4:30 കണ്ടിട്ടുണ്ട്. 5 മണി ഒക്കെ 5 മണിയൊക്കെ സ്വാഭാവികമായിട്ട് കാണാം. പക്ഷെ 3 AM എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. ഇവര് 6 മണിക്കാണ് യാത്ര ചെയ്തതെങ്കിൽ വെളുപ്പിന് 3 മണി വരെ ആയപ്പോ എത്ര മണിക്കൂറായി? ഇവിടെ കൂടുതലും സയൻസ് ക്ലാസ്സിലാണ് പോയതെന്ന് തോന്നുന്നു എല്ലാവരും, അല്ലെ? വൈകിട്ട് 6 മണി മുതൽ തുടങ്ങി വെളുപ്പിന് 3 മണി വരെ എത്ര മണിക്കൂറായി? 9 മണിക്കൂർ. മുമ്പേ ഞാനൊരു കണക്ക് പറഞ്ഞായിരുന്നു. ഗലീലക്കടൽ വീതിക്ക് കടക്കാൻ എത്ര മണിക്കൂർ മതി? അന്നത്തെ പായ്ക്കപ്പൽ വെച്ചിട്ട് 2 മണിക്കൂർ മതി. ഇപ്പൊ എത്ര മണിക്കൂറായി? 9 മണിക്കൂറായി. 9 മണിക്കൂറായിട്ടും അക്കരെ കണ്ടിട്ടില്ല. നീന്തലറിയാത്ത, തുഴയാൻ അറിയാത്ത, നിയന്ത്രിക്കാൻ അറിയാത്ത ആൾക്കാരല്ല ഇതിൽ കിടക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിന് അവിടെ സ്ഥാനമില്ല. ഞാൻ എത്ര വലിയ ആളായിരുന്നു എന്നുള്ളതല്ല അവിടെ, എൻ്റെ ദൈവം എത്ര വലിയതാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാര് ഈ കാര്യം ഒരു പ്രതികൂലത്തിലൂടെ കടന്നുപോയപ്പോൾ കർത്താവ് ഈ ഈ പ്രതികൂല സാഹചര്യത്തിൽ വന്ന് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോകാം. 6-ാം അധ്യായം, അവിടെ 48-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം അതെങ്ങനെയാ വായിക്കുന്നേ? കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ചോദ്യം, യേശു അതെങ്ങനെയാ കണ്ടത്? കണ്ടു എന്ന് എഴുതിയിരിക്കണം, അല്ലേ? അവർ തണ്ടു വലിച്ചു വലയുന്നത് യേശു എവിടെ നിന്ന് കണ്ടു? ആ മലയിൽ നിന്ന് കണ്ടു. യേശുവിന് ബൈനോക്കുലറിന്റെ ആവശ്യമില്ല, ദൂരദർശിനിയുടെ ആവശ്യമില്ല. യേശു ദൂരെ നിന്ന് അത് കണ്ടു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ശിഷ്യന്മാരാരും യേശു അടുത്തോട്ട് വരുമ്പോൾ അവരാരും ചോദിക്കേണ്ട ആവശ്യം, അയ്യോ എങ്ങനെ വന്നു? ഇനി യേശു ആണെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ യേശു അവരുടെ അടുക്കൽ വന്നു. യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ സർവജ്ഞാനിയായ ദൈവമാണ് എന്നുള്ളതാണ്. ഇത് കരയിലിരുന്ന് പഠിപ്പിച്ചാൽ പോരായിരുന്നു. കരയിലിരുന്ന് പഠിപ്പിച്ചാൽ ചിലപ്പോൾ ശ്രദ്ധ പോകും. ഇപ്പോൾ മുങ്ങാൻ പോകുന്ന അവസരത്തിൽ വിളിക്കാതെ യേശു അവിടെ വന്നുവെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനെ ആരാ വിളിച്ചത്? അവിടെ ആരെയും പ്രാർത്ഥിച്ചായിരുന്നോ? ആ പടക് മുങ്ങുന്ന സമയത്ത് ആരെയും പ്രാർത്ഥിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ടോ? ഒരാൾ പോലും പ്രാർത്ഥിച്ചില്ല. ഒരാൾ പോലും കർത്താവേന്ന് വിളിച്ചില്ല. എന്തുകൊണ്ടാണ് വിളിക്കാഞ്ഞത്? ഒരു ന്യായമായിട്ടുള്ളൊരു ഉത്തരം പറയാമോ? എന്തുകൊണ്ടായിരിക്കും അവർ വിളിക്കാഞ്ഞത്? കർത്താവ് പറഞ്ഞയച്ചതാ. എന്നാലും ഒന്ന് വിളിക്കായിരുന്നു. നിർബന്ധിച്ചയച്ചതാ. തണ്ട് വലിച്ചോണ്ടാ. അതിലെ ബിസി ആയതുകൊണ്ട് കർത്താവിനെ വിളിക്കാൻ വിട്ടുപോയി. എന്നാലും എന്തായിരിക്കും വിളിക്കാഞ്ഞത്? എവിടെയാ കർത്താവ്? മലയുടെ മുകളിലാ. ഇപ്പൊ കുറെ മണിക്കൂറായില്ലേ? ഇനി എങ്ങനെ വരും? ആകെ തുഴയാൻ അറിയാവുന്നത് നമ്മളാണ്. ഇനി കർത്താവിനെ ഇവിടെ വിളിച്ചോണ്ട് വരണമെങ്കിൽ വള്ളം അങ്ങോട്ട് പോകണം. കർത്താവ് എങ്ങനെ വരും? ഞാൻ പറഞ്ഞത്, നമ്മളെ പോലെ മനുഷ്യരവര്, മനുഷ്യ നിലയിൽ ചിന്തിച്ച് അവർക്ക് അതുകൊണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും പറയും, മക്കളെ നിങ്ങളാണ് മുങ്ങാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആരെ വിളിക്കും? യേശു അപ്പച്ചനെ വിളിക്കുമെന്ന് പിള്ളേർ പറയും. ഈ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് യേശുവിനെ ഒരിക്കൽ പോലും വിളിക്കാണ്ടിരുന്നത്? കർത്താവെ രക്ഷിക്കണേ, ഞങ്ങൾ മരിക്കാൻ പോവാണേ. ആരും പ്രാർത്ഥിച്ചുമില്ല, വിളിച്ചുമില്ല. വിളിക്കാൻ പറ്റുകയില്ല ആ സാഹചര്യത്തിൽ. അവിടെയാണ് അവരുടെ തിയോളജി ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? കർത്താവിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. കുറച്ചു മുമ്പ് വലിയ ഇവന്റിലുണ്ടായിരുന്നു. കർത്താവ് വലിയ അത്ഭുതം ചെയ്തയാളാ, ശരിയാ. പക്ഷെ ഇവിടെയോ? ഈ ഒരു സാഹചര്യം കർത്താവിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ഇവിടെ എങ്ങനെ കർത്താവ് വരും? പക്ഷെ അവിടെ വിളിക്കാണ്ട് വന്നു. നമ്മുടെ കർത്താവ് അങ്ങനെ വിളിക്കാണ്ട് വരും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ കർത്താവിന് അറിയാം, പ്രതികൂല സാഹചര്യങ്ങൾ അറിയാം. നമ്മൾ അപേക്ഷിച്ചില്ലെങ്കിലും കർത്താവ് സമീപേ വരും. സർവജ്ഞാനിയായ ദൈവം തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. രണ്ടാമത്തെ കാര്യം കർത്താവ് പഠിപ്പിച്ചത്, കർത്താവ് എങ്ങനെയാ വന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ? കടലിന്മേൽ നടന്ന്. ഇതെപ്പോഴേലും ഒരു ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? എപ്പോഴും കർത്താവ് എന്തോ പറയണേ, ആ പടം ഇത്തിരി കൊണ്ട് നീക്ക്, ഞാൻ അതേലും ഇരിക്കട്ടെ.
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ വെള്ളത്തിന്റെ മേളിൽ കൂടെ നടക്കുന്നത് കാണുന്നത്. ഇതിലൂടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന കാര്യം, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇത് കരയിലിരുന്ന് പഠിപ്പിച്ചാൽ പോരെ? കരയിലിരുന്ന് പഠിപ്പിച്ചാൽ ചിലപ്പോൾ ശ്രദ്ധ പോകും. ഇവിടെ ആകുമ്പോൾ നിങ്ങൾ പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സന്ദേശമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 8 വർഷങ്ങൾക്ക് മുമ്പാണ്, 8-8.5 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ മകന് 1.5 വയസ്സ് പ്രായമുള്ള സമയം അവന് ന്യൂമോണിയ വന്നിട്ടൊരു ICUവിൽ കയറ്റേണ്ട ഒരു സ്ഥിതിയായി. അപ്പം പുതിയതായിട്ട് അപ്പനായ ഒരു എനിക്ക് മകന് ഈ ന്യൂമോണിയ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അസുഖമായിട്ട് അന്നേരം എൻ്റെ മനസ്സിൽ അത് വലിയ അസുഖം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കരച്ചില്ല, ഭാര്യ കരയുന്നു, വീട്ടുകാർക്കൊക്കെ വിഷമം. അപ്പം ഞാൻ വലിയ ധൈര്യശാലിയായിട്ടൊക്കെ അവരുടെ മുമ്പിൽ നിന്നെങ്കിലും രാത്രി പോയി നമ്മളും കുത്തിയിരുന്ന് കരയാം, എന്നിട്ട് ദൈവത്തോട് കുറേ പരാതി പറയാം. കാരണം കൊച്ച് നന്നായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി ICU കയറ്റേണ്ട ഒരു അവസ്ഥ വന്നു. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ അന്ന് വാർഡിൽ അമ്മമാരുടെ വാർഡിൽ കിടന്നുകൊണ്ട് അപ്പന്മാർക്ക് അവിടെ പ്രവേശനമില്ല. ഞാൻ താഴെ വരാന്തേ കൊതുവിൻ്റെ കടിയും കൊണ്ട് ദൈവത്തോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പരാതി പറയുന്ന ആളാരാ? ഒരാഴ്ച കഴിഞ്ഞ് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തിയോളജി പഠിപ്പിക്കേണ്ട ആളാ. തിയോളജി പ്രോപ്പറിന്റെ നോട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിയോളജി പഠിപ്പിക്കാൻ പോകുന്ന ആളാ ഇപ്പൊ ദൈവത്തോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിലിപ്പോൾ ഇല്ല. എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്, എന്നാലും കർത്താവേ എന്തിനാ ഇങ്ങനെ എന്നോട് ചെയ്തേ? ഇതൊരു വലിയ ദുഷ്കരമായൊരു കാര്യമാണ്. ഞാൻ കുറേ കാര്യങ്ങൾ കർത്താവിനോട് ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മാഗസിൻ കിടക്കുക. ഞാനത് ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യമാണ്. എന്നെ വളരെ അത് സന്തോഷിപ്പിച്ചു. ആ വാക്യം വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ ആ വാക്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട്, നീ അടുത്ത ആഴ്ച ആരെക്കുറിച്ചാണ് പഠിപ്പിക്കാൻ പോണേ? അത് ദൈവത്തെക്കുറിച്ചാ. എന്തുവാ പഠിപ്പിക്കാൻ പോന്നെ? ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് വലിയ അധ്യാപകനായിട്ട് ദൈവം സർവജ്ഞാനിയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. ജീവിതത്തിൽ ദൈവത്തെ രുചിച്ചറിയുമ്പോൾ, ആ പാഠം ദൈവം അങ്ങനെയുള്ള ഒരാളാണെന്ന് ദൈവം പഠിപ്പിച്ചു തരുമ്പോൾ, ആ അവസ്ഥ ഒരുപക്ഷെ സ്വീകരിക്കാൻ ഇത്തിരി പ്രയാസമാണ്. എന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ, കർത്താവ് വളരെ പ്രാഗൽഭ്യത്തോടെ പോയിട്ട് ക്ലാസ് എടുക്കുവാൻ ദൈവം അനുവദിച്ചു. ICUവിലൊന്നും മോൻ കിടക്കേണ്ടി വന്നില്ല. ഞാൻ പിറ്റേ ദിവസം പ്രാർത്ഥിച്ചിട്ട് പോയി നോക്കുമ്പോൾ പുള്ളി ബിസ്ക്കറ്റ് ചായക്കകത്ത് മുക്കി കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ചില ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ദൈവം പഠിപ്പിക്കും. എപ്പോഴാ? നല്ല സമയത്തല്ല, പിന്നെയോ ഏറ്റവും ദുഷ്കരമായ സമയത്ത്, കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ ദൈവം ചില തിയോളജി പഠിപ്പിക്കും. അത് ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ മറക്കുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പഠിപ്പിച്ചു, ഞാൻ സർവശക്തനായ ദൈവമാണ്. പക്ഷെ ശിഷ്യന്മാര് 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു എന്ന് എഴുതിയിരിക്കണം. എന്തിനായിരിക്കും അവർ ഭ്രമിച്ചത്? എന്തിനാ ഭ്രമിച്ചത്? വന്നത് ആരല്ല? എങ്ങനെ കർത്താവ് വരും? കർത്താവ് മലയാളം മുകളിലല്ലേ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അവരുടെ തിയോളജി. കണ്ടോ, കുറച്ച് 9 മണിക്കൂർ മുമ്പ് യേശുക്രിസ്തു അവർക്ക് സർവശക്തനായിരുന്നു. 9 മണിക്കൂർ കഴിഞ്ഞു ഒരു പ്രതികൂലം വന്നപ്പോൾ കർത്താവിനെ പോലും കണ്ടിട്ട് തിരിച്ചറിയാത്ത അവസ്ഥയായി. നോക്കണേ, വിശ്വാസികളായ നമുക്ക് പ്രതികൂലം വരുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പോലും മറന്നു പോകരുത്. അടുക്കലുണ്ട്, തൊട്ടടുത്തുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഉണ്ട്, സർവശക്തനായ ദൈവം. 3, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യം. മർക്കോസ് 6:48. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. ഇനി ശ്രദ്ധിച്ചോണേ, അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. എന്ത് മനസ്സിലായി? അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇതാണ് പടകെന്ന് വിചാരിക്കുക. അപ്പൊ യേശു നടന്നു വരിക, നടന്നിങ്ങനെ വെള്ളത്തിന് വെളിക്കട നടന്നിട്ട് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു എന്ന. നേരെ അവരുടെ പടകിലോട്ടല്ല വന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു, കടന്നു പോകാൻ ഭാവിച്ചു. എന്തായിരിക്കും കർത്താവ് അങ്ങനെ ചെയ്തത്?
കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്തുവാ? തിരിച്ചറിയും. പിന്നെ എന്ത് ചെയ്യണം? വിളിക്കണം. കർത്താവേ, കർത്താവേ, ഒന്ന് വന്നേ, ഞങ്ങളിതേ മുങ്ങാൻ പോകുന്നു. അവര് വിളിച്ചു, ശരിയാ, കടന്നു പോയപ്പോ വിളിച്ചു. എന്തുവാ വിളിച്ചേ? ഭൂതമെന്നാ വിളിച്ചേ. എന്ന് പറഞ്ഞാൽ അവരുടെ ക്രിസ്തുശാസ്ത്രത്തെക്കാട്ടിലും അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന എന്ത് ശാസ്ത്ര? ഏഞ്ചലോളജി. അതിലെ ഏതാ? ഭൂതശാസ്ത്രം. കാരണം വെളുപ്പിന് 3 മണിക്ക് ആർക്ക് വരാം? ഭൂതത്തിന് വരാം. ആർക്ക് വരാൻ പറ്റൂല? കർത്താവിന് വരാൻ പറ്റൂല. കാരണം ഭൂതത്തിന് ശക്തിയുണ്ട്. അത് വെളുപ്പാങ്കാലത്ത് അല്ലെ? നമുക്ക് പൊതുവെ എൻ്റെ പണ്ടുള്ള വിശ്വാസത്തിലൊക്കെ അല്ലെ, രാത്രി 12 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകിട്ട് 6 മണി അല്ലെ, അവിടെ മാടൻ അടിക്കും. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇവരോടുള്ള ബന്ധത്തിലും ഉണ്ട്, യഹൂദന്മാരുള്ള ബന്ധത്തിലും അങ്ങനെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വെളുപ്പിന് 3 മണിക്ക് ഭൂതത്തിന് വെള്ളത്തിന് വെളുക്കിട വരാം, കർത്താവിന് വരാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് യേശുക്രിസ്തു സർവശക്തനാണെന്ന് നേരിട്ട് കണ്ട ശിഷ്യന്മാർക്ക് രക്ഷിക്കാൻ വന്ന ആളെ ഭൂതമെന്ന് വിളിക്കേണ്ട അവസ്ഥ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രതികൂല അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുവാനായിട്ട് വരുമ്പോൾ, നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യം, ഞാൻ നിന്റെ കൂടെയുള്ള ദൈവം, ഞാൻ നിന്റെ കൂടെയുള്ള ദൈവം. എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള ഒരു വാക്യമാണ്, യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. അതാണോ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം? ആണോ? ആണോ അല്ലയോ? ഇപ്പൊ പറ, തീരുമാനമാകണം. മലയാളത്തിൽ ഞാൻ ചോദിച്ചതുകൊണ്ട് അല്ലേ, മലയാളത്തിലെ ഏറ്റവും ചെറിയ വാക്യം അതല്ല, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത് എന്നുള്ളതാണ്. പക്ഷെ ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ വാക്യം ജീസസ് വെപ്റ്റ് എന്നുള്ളതാണ്. ചോദ്യം, എന്തിനാ യേശു കരഞ്ഞത്? യേശുവിന് കരയേണ്ട വല്ല കാര്യമുണ്ട്? എന്തെങ്കിലും കുറവുണ്ടോ? സാധാരണ കരയുന്ന ആരാ? കൊച്ചുമക്കളൊക്കെ കരയും. എപ്പോഴാ? അടി കിട്ടുമ്പോൾ കരയും. പപ്പ എന്തെങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞ് മേടിച്ചു തന്നില്ലെങ്കിൽ കരയും. വഴക്കുണ്ടാക്കിയിട്ട് കരയും, അല്ലേ? പക്ഷെ യേശു എന്തിനാ കരഞ്ഞത്? യേശു എന്തിനാ അവിടെ വന്നത്? ലാസറിന്റെ കല്ലറയ്ക്ക് എടുക്കൽ, ലാസറിനെ ഉയർപ്പിക്കുവാനാ വന്നത്. ഉയർപ്പിക്കാൻ വന്ന യേശു കരയേണ്ട ആവശ്യമുണ്ടോ? എന്തുവാണ് ശരിക്കും അന്നേരം പറയേണ്ടത്? മാർത്തേ, മറിയേ, കണ്ണൊക്കെ തുടച്ചേ, ഞാൻ എന്തിനാ വന്നത്? ലാസറിനെ ഉയർപ്പിക്കാനാ. ഇനി ഞാൻ വന്നല്ലോ, ഇനി കരയണ്ട. യേശുവും കരയത്തില്ല, കരയേണ്ട ആവശ്യമില്ല. പക്ഷെ യേശു കരഞ്ഞു എന്ന് എഴുതിയിരിക്കണേ. ആ വാക്യത്തിന്റെ തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മാർത്തയും മറിയ കരയുന്നതും അവളെ ആശ്വസിപ്പിക്കുവാൻ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മാർത്തയെ, മറിയേ, നിന്റെ വിഷമം നീ അറിയുന്നത് പോലെ ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് എത്രമാത്രം അത് വേദനാജനകമാണെന്ന് എനിക്ക് മനസ്സിലാകും എന്ന് യേശു പറയുകയാ. 100% മനുഷ്യനായ യേശു കരയുകയാ. എന്താ? അതൊരു ആക്ടിങ് അല്ല, ഞാനും ഒന്ന് കരഞ്ഞേക്കാം അല്ല. അയ്യോ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ കണ്ണുനീര്, നമ്മുടെ ബുദ്ധിമുട്ട് നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന വേറൊരു ദൈവം ഇല്ല. അതുകൊണ്ടാണ് യേശു കരഞ്ഞത്. എന്താ? നമ്മോട് താതാത്മ്യപ്പെടുക. നിന്റെ വിഷമം മോനെ എനിക്ക് നന്നായി അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ യേശു വന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കടന്നു പോകുവാൻ ഭാവിച്ച അതുകൊണ്ടാ. എൻ്റെ മക്കൾ ഇപ്പൊ എന്നെ വിളിക്ക് യേശു രക്ഷിക്കുന്ന വിളി ഇല്ല, ഭൂതമെന്നാ വിളിച്ചത്. ഇനിയോ 27ാമത്തെ വാക്യം. അപ്പോ ഒന്ന്, സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം, കൂടെയുള്ള ദൈവം. 27ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇത് മലയാളികളായി നമ്മൾ വായിക്കുമ്പോൾ ഞാനാകുന്നു, പേടിക്കേണ്ട എന്നുള്ളത് യേശു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതായിട്ട് മാത്രം ഒരു പക്ഷെ നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഞാനാകുന്നു എന്നുള്ള പ്രയോഗം നിങ്ങൾ എവിടെയാ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ കേട്ടിട്ടുള്ളത്? മോശയോട് യഹോവ തൻ്റെ പേര് വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ മോശ പേര് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണ്? അപ്പോൾ പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് ശരിക്കും ഒരു പേരല്ല, ആ ദൈവത്തിന്റെ സ്വഭാവ ഗുണമാണ്. എന്ന് പറഞ്ഞാൽ ഞാനാകുന്ന എന്നേക്കുമുള്ളവൻ, അനന്യൻ, സ്വയംഭൂവായ ആസ്തിക്യമുള്ളവൻ. ഒത്തിരിയും കാര്യങ്ങൾ അതിലുണ്ട്. അതേ വാക്കാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനാകുന്നു, പേടിക്കേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആശ്വസിപ്പിക്കുന്ന ദൈവം. ഒന്നിങ്ങനെ ചിന്തിക്കുക, നമ്മുടെ ഒരു സുഹൃത്ത് കാല് തെറ്റി താഴെ വീണു. നമ്മൾ പെട്ടെന്ന് പൊക്കി എഴുന്നേൽപ്പിക്കാൻ ചെല്ലുമ്പോൾ
നമ്മളെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ഒരു മനുഷ്യനെ സഹായിക്കാൻ ചെല്ലുന്ന മനുഷ്യനെ കളിയാക്കുക, അല്ലെ മോശക്കാരനാക്കുക, സഹായിക്കാൻ ചെല്ലുന്ന ആൾ എന്ത് ചെയ്യും? എന്നാ നീ അവിടെ കിടന്നു, ഞാൻ രക്ഷിക്കാൻ വന്ന എന്നെ നീ ഇങ്ങനെയാ പറഞ്ഞത്. പക്ഷെ യേശു ഇവിടെ ചെയ്തത് എന്താന്ന് കണ്ടോ? എന്താ യേശു ചെയ്തത്? ഭൂതമാണെന്ന് പറഞ്ഞിട്ടും യേശു എന്തുവാ പറഞ്ഞത്? അവിടെയും ഒരു വാക്കുണ്ട്, ചെറിയൊരു വാക്ക്. എന്തുവാ? ഉടനെ. ഉടനെ യേശു അവരോട് എന്തുവാ പറഞ്ഞത്? ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. അപ്പോൾ ദൈവം ആരാണെന്ന്, യേശു ആരാണെന്നുള്ളത് പഠിപ്പിച്ചു. കർത്താവ് ഇത് കരയിലിരുന്ന് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് പഠിച്ചേനെ. പോയിന്റ് 1 2 3 4 ഇല്ല മക്കളെ, ഇത് നിങ്ങൾ ജീവിതത്തിൽ മറക്കുകയല്ല. പടകിൽ ഞാൻ നിങ്ങളെ മുമ്പ് കൂട്ടി അയച്ചത് ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾക്ക് വരാനായിട്ടുണ്ട്. എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എന്താണ്? നിങ്ങൾ എന്നെക്കുറിച്ച് ചില പുതിയ പാഠങ്ങൾ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്നവരോട്, നമ്മുടെ വിശ്വാസത്തിന്റെ പാതയിൽ കണ്ണുനീരിന്റെ അനുഭവത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നേടിയിട്ടില്ലേ? ദൈവം ആരാണെന്ന് ജീവിതത്തിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇല്ലായ്മയുടെ കാലത്തോട് നടത്തിയപ്പോൾ ദൈവം ആരാണെന്ന് പഠിച്ചിട്ടില്ലേ? രോഗത്തിന്റെ അവസ്ഥയിലൂടെ പോയപ്പോൾ ദൈവം സൗഖ്യദായകനാണെന്ന് പഠിപ്പിച്ചില്ലേ? എത്രയോ സന്ദർഭങ്ങളിൽ പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവത്തെക്കുറിച്ച് തന്നു. അതുകൊണ്ടാ ദാവീദൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കണേ. എന്താ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. രുചി ഒരു അനുഭവമാണ്. രുചി ഒരു അനുഭവമാണ്. ആ ദൈവത്തെ രുചിച്ചറിയണം. അതിനാണ് കർത്താവ് ഈ ശിഷ്യന്മാരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അനുവദിച്ചത്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ പ്രതികൂല സാഹചര്യങ്ങളിൽ മറ്റു മനുഷ്യർ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? ചില ആളുകളൊക്കെ കടഭാരത്തിൽ ഊളിയിടുമ്പോൾ ചിലർ നരഹത്യക്ക് ശ്രമിക്കും. പത്തനംതിട്ട ജില്ലയിൽ കടഭാരം മാറാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം ചെയ്തത് എന്താ? നരഹത്യ. അതുപോലെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ബലി കഴിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യത്തിൽ ചില ആളുകൾ ആ പ്രതികൂല സാഹചര്യത്തെ കാണുന്ന വിധങ്ങളാണ് ഞാൻ പറയുന്നത്. ചില ആളുകളോ ഭാവി നന്നാക്കാൻ വേണ്ടി മന്ത്രവാദികളെ വിളിക്കുന്നവരുണ്ട്, ഭൂതമൊഴിപ്പിക്കുന്നവരുണ്ട്. അയ്യോ, ഇതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ പറയണോ? അത് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന പത്രമാധ്യമങ്ങൾ പറയും. പഠിപ്പും വിദ്യാഭ്യാസവും ഉന്നതമായിട്ടുണ്ടെങ്കിലും ഇന്നും മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. നിങ്ങളൊരു പക്ഷേ പത്രം ഈ റീസെന്റ് ആയിട്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കോയമ്പത്തൂരിലുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് 4-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി. ആള് വിശ്വസിച്ചത് അവന് അമാനുഷികമായിട്ടുള്ള കഴിവുണ്ടെന്നാണ്. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഉണ്ടെന്ന് പറഞ്ഞ് ചാടി, പക്ഷെ കയ്യും കാലും ഒടിഞ്ഞു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അമാനുഷികമായിട്ടുള്ള കഴിവില്ല. പിന്നീടാണ് കണ്ടെത്തിയത് അദ്ദേഹം മന്ത്രവാദവും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അടിമയാണ്. അപ്പൊ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും ഡോക്ടറിന് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും യഥാർത്ഥ ദൈവത്തെ അറിയാത്തിടത്തോളം കാലം, ദൈവം ആരാണെന്ന് അറിയാത്തിടത്തോളം കാലം ഏതെങ്കിലും സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുമ്പോൾ സ്വന്തമായിട്ടുള്ള ചിന്തകൾ അല്ലെ സ്വയമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ചിലരോ കഷ്ടത മറക്കാൻ വേണ്ടി മദ്യപിക്കുന്നവരുണ്ട്, കഞ്ചാവ് വലിക്കുന്നവരുണ്ട്. എന്തിനാ? അയ്യോ, ഈ പ്രാരാബ്ദം, ഈ ബുദ്ധിമുട്ട്, ഈ പ്രയാസം ഒന്ന് മാറ്റുവാൻ. എന്നാൽ വിശ്വാസികളായ നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാം, ആകാശമിടിഞ്ഞു വീണാലും ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും എന്തെല്ലാം ഈ ലോകത്തിൽ സംഭവിച്ചാലും എന്താണ്? നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ കൈകളിൽ മുറുകെ പിടിച്ചാൽ അവൻ ഒരു നാൾ നമ്മളെ കൈവിടുകയില്ല. അപ്പോൾ ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കണം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത്? എന്താണ്? ഒന്നാമത് പറഞ്ഞത് ദൈവത്തിന്റെ പദ്ധതി നാം മനസ്സിലാക്കണം. 2, ദൈവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നാം പഠിക്കണം. ദൈവത്തെക്കുറിച്ച്, ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കണം. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3-ാമത്തെ കാര്യം 28 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. ഞാനൊന്ന് വായിക്കാം ആദ്യം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത്, അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു.
എന്നാൽ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഉടനെ യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ മൂന്നാമത്തെ കാര്യം, കർത്താവിൽ, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണം. പ്രതികൂല സാഹചര്യത്തിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണം. ഇവിടെ കർത്താവ് ഇങ്ങനെ നടന്നു വന്നു, യേശു ആണ് താനെന്ന് വെളിപ്പെടുത്തി. അപ്പോൾ പടകിൽ നിന്ന് ഒരാൾക്കൊരു ഡൗട്ട്. പത്രോസ് ആള് പറയുന്ന പ്രയോഗം ശ്രദ്ധിച്ചു. എന്താ? നീ യേശു ആകുന്നുവെങ്കിൽ, ഉറപ്പൊന്നുമില്ല, ഇനി ഭൂതമാകാം, അത് ഒന്ന് പരീക്ഷിച്ചറിയണമല്ലോ. അപ്പൊ അതിന് നീ യേശു ആകുന്നുവെങ്കിൽ എന്നോടും കൂടെ നടക്കാനെന്ന് കൽപ്പിക്കാൻ പറഞ്ഞു. യേശു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. എന്തുവാ? വരിക എന്ന് പറഞ്ഞു. ഇനി പോരെ ഒന്നോ. പത്രോസ് എന്ത് ചെയ്തു? ഭൂതമായതുകൊണ്ട് ചിലപ്പോൾ എടുത്ത് ചാടി കാണത്തില്ല, ഒരു കാലൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്ത് കാണും. കാരണം ഇനി ഭൂതമാണെങ്കിൽ മുങ്ങിപ്പോ. നീന്തലറിയാം, പക്ഷെ ഇത്രയും കിലോമീറ്റർ നീന്താൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കാലെടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്തു. പത്രോസ് വെള്ളത്തിന്മേൽ നടന്നോ ഇല്ലയോ? നടന്നു. അപ്പോൾ പത്രോസിന് ഉറപ്പിക്കാമായിരുന്നു. എന്താ? ഫ്രണ്ടിലുള്ളത് ആരാ? യേശുവാ. ഭൂതമാണെങ്കിൽ ഇങ്ങനെ ഞാൻ വെള്ളത്തിന്റെ മേൽ നിൽക്കത്തില്ല. അങ്ങനെ പത്രോസ് വെള്ളത്തിന്റെ മേൽ നടക്കുക. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി. കണ്ടോ? അത് പെട്ടെന്ന് സംഭവിച്ചേ. എന്നാൽ കാറ്റ് കണ്ടു, പേടിച്ചു, മുങ്ങി. കണ്ടോ? പെട്ടെന്ന്. അടുത്ത വാക്കെന്തോ എഴുതിയിരിക്കുന്നത് ബൈബിളിൽ? ഉടനെ. വീണ്ടും ഉടനെ. ഒരു 3 ഉടനെ ഉണ്ട് ഈ ഭാഗത്ത്. ഉടനെ യേശു കൈ നീട്ടി. അല്ലെ? മനുഷ്യന്മാരല്ലേ, സാധാരണ മനുഷ്യന്മാരാണെങ്കിൽ നീ ഇത്രേ എന്നെ സംശയിച്ചില്ലേ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നീ വാ. അല്ലേ? കർത്താവ് അങ്ങനെയല്ല. ഉടനെ. കാരണം പത്രോസ് അപ്പോഴാ വിളിച്ചത് എന്തുവാ ശരിക്കും? ഇവിടെയാണ് ആദ്യമായിട്ട് ശിഷ്യന്മാർ വായ തുറന്ന് എന്ത് വിളിക്കണേ? കർത്താവേ എന്ന് വിളിക്കണേ. കാരണം ഇപ്പൊ മനസ്സിലായി, കർത്താവേ, ഇനി ഭൂതം എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, കർത്താവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഉടനെ കൈ നീട്ടി രക്ഷിച്ചു. മൂന്നാമത്തെ കാര്യം കർത്താവ് പഠിപ്പിക്കുക, പത്രോസേ, നീ പൂർണ്ണമായും എന്നെ ആശ്രയിക്കണമായിരുന്നു. കാറ്റും കോളും അവിടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ നിന്നെ പടകിന് പുറത്തോട്ട് വിളിച്ചത്. എനിക്ക് ശക്തിയുണ്ട് നിന്നെ അവിടെ നിർത്താൻ. കാറ്റും കോളും അവിടെ നടന്നോട്ടെ, അതിന്റെ മേളിൽ കൂടെ നടക്കുക, നിന്നെ നടത്താൻ എനിക്ക് ശക്തിയുണ്ട്. എനിക്ക് ശക്തി ഉള്ളത് കൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചത്. നീ എന്നിൽ വിശ്വസിക്കണമായിരുന്നു. അതുകൊണ്ടാണ് യേശു അവനോട് പറഞ്ഞത്, എന്താ? അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? അപ്പോഴും സംശയം. ഈ ലോകത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണെന്നറിയാമോ? ഒരു വലിയ ബിസിനസ് മേഖലയിൽ നമ്മൾ പൊട്ടിയാൽ പിന്നെ ആ കമ്പനിയിലോട്ട് കാല് വെക്കാൻ പറ്റുമോ? യു ആർ ഔട്ട്. വേറെ ആളെ വെക്കും. ഇന്ന് ഒരു പരാജയം സംഭവിച്ചാൽ പിറ്റേ ദിവസം ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ നമ്മുടെ കസേര വേറെ ആളെ ഇരിക്കുന്നതാണ്. ഇന്ന് കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എവിടെയാണോ നമ്മൾ പരാജയപ്പെടുന്നത് അവിടെ നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് കൈ പിടിച്ച് നടത്തും. അതാണ് എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു കാര്യം. അവനെ പിടിച്ചു, അല്പവിശ്വാസി എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോഴെന്ന് എഴുതിയിരിക്കണം. ആരൊക്കെയാ? യേശുവും പത്രോസും. പത്രോസ് മാത്രമല്ലേ പുറത്തോട്ട് വന്നുള്ളൂ. എൻ്റെ ചോദ്യം, എങ്ങനെയായിരിക്കും അവർ മടങ്ങിപ്പോയത്? നടന്നാ പോയത്. നീ എങ്ങനെ ആയിരിക്കും? കൈ പിടിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതും ഒരു കുട്ടി എന്നോട് പറഞ്ഞൊരു ഉത്തരം എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു കുട്ടി പറഞ്ഞത്, യേശുപ്പച്ചൻ പത്രോസിനെ എടുത്തോണ്ടായിരിക്കും പോയെന്ന് പറഞ്ഞു, തോളയിൽ എടുത്തോണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ബാക്കി കുട്ടികളൊക്കെ ചിരിച്ചു. പക്ഷെ ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം എന്താ? അവൻ പത്രോസിന്റെ സ്ഥാനത്ത് അവനെ തന്നെ വെച്ചു. അവനാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇത്തിരി പോകുന്ന അവനെ യേശു എന്ത് ചെയ്യും? എടുത്ത് തോള ഇട്ടോണ്ട് പോകും. നമുക്ക് ആ ഒരു വിശ്വാസം വേണം. ഞാനൊരു പ്രതികൂല സാഹചര്യത്തിൽ പെട്ടുപോയാൽ ഞാൻ അവിടെ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെയോ എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ പത്രോസിന്റെ തോളയിലൊക്കെ കൈയിട്ടിട്ട്, അല്ലെ കൈയൊക്കെ പിടിച്ചിട്ട് തിരികെ പടകിലോട്ട് നടന്നു പോവുക. ഈ വട്ടം പത്രോസിന് അഭിമാനത്തോടെ നടക്കാം. ഇനിയും പിടിവിട്ടാലും മുങ്ങുകയല്ല. പിടിച്ചേക്കുന്ന ആരാ? കർത്താവാ പിടിച്ചിരിക്കണേ. അങ്ങനെ അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. അത്രയും നേരം എന്ത്? കാറ്റടിച്ചുകൊണ്ടിരിക്കുക. അത്രയും നേരം കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെയും അതിന് ശമനം വന്നില്ല. പ്രതികൂലം അപ്പോഴും ഉണ്ട്. കണ്ടോ? നോക്കിക്കേ, പ്രതികൂലം ഇതുവരെ കർത്താവ് മാറ്റിയോ? ആ പ്രതികൂലത്തിലൂടെ നമ്മളെ വിജയിപ്പിച്ച് കടത്തുന്നത് വരെയും
കർത്താവ് നമുക്കൊപ്പം തന്നെയുണ്ട്, ഒപ്പം തന്നെയുണ്ട്. നമ്മൾ ആ കർത്താവിനെ ആശ്രയിക്കണം. എന്നിട്ടോ നമ്മൾ പിന്നെ വായിക്കുന്നത് എന്താണ്? 34-ാമത്തെ വാക്യം, അവർ അക്കരെ എത്തി. തുടക്കം, ഈ യാത്രയുടെ തുടക്കത്തിൽ യേശു കർത്താവ് ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ യാത്ര അവസാനിക്കുമ്പോൾ യേശു കർത്താവ് അവരുടെ കൂടെയുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ നമ്മൾ ഓർക്കുക, ജീവിതയാത്ര തുടങ്ങിയപ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച തുടങ്ങിയതല്ലേ? യാത്ര തീരുന്നത് വരെയും അദ്ദേഹമുണ്ട്. ഇടയ്ക്ക് വിട്ടിട്ട് പോന്നവനല്ല. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നാം അറിയണം. 2, ദൈവത്തെക്കുറിച്ച് നാം കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. 3, ദൈവത്തിൽ നാം സമ്പൂർണമായി ആശ്രയിക്കണം, വിശ്വസിക്കണം. അപ്രകാരം ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിച്ചുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യം ദൈവം അനുവദിച്ചാലും കർത്താവ് അതിൽ ഒരു ഉദ്ദേശം കണ്ടിട്ടുണ്ട്. കർത്താവ് അതിനെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സമ്പൂർണ്ണ ആശ്രയം കർത്താവിൽ വെക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കർത്താവിനെ ഇതുവരെയും വ്യക്തിപരമായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, അക്കരെ എത്തുന്ന, അക്കരെ നാട്ടിൽ എത്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിജയത്തിൽ എത്തിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, അംഗീകരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഇവിടെ ഒരു ബൈബിൾ ക്ലാസ്സിലേക്ക് ക്ഷണം നൽകിയ പ്രിയ സഭയോട്, പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം